ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കഴുത്തിന്റെ താഴ്ഭാഗത്ത് വീങ്ങി വരിക, അസഹനീയമായിട്ടുള്ള വേദന. ഇത് കാരണം ഭക്ഷണം കഴിക്കാൻ പോലും പേടിയാവുന്ന കുറച്ച് ആളുകളുണ്ട്. ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളുടെ കുഴലിൽ ബ്ലോക്ക് വരുന്നു. സയലൈഡിനൈറ്റിസ് എന്നാണ് ഈ പ്രശ്നത്തിന്റെ പേര്. ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഈ സലൈവറി ഗ്രന്ഥികളുടെ കുഴലിൽ ചെറിയ ചെറിയ കല്ലുകൾ അഥവാ കാൽക്കുലസ് രൂപപ്പെടുന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. നമ്മുടെ ഉമിനീർ ഗ്രന്ഥികൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും മേജർ സലൈവറി ഗ്ലാൻസും ഉണ്ട്, മൈനർ സലൈവറി ഗ്ലാൻസും ഉണ്ട്. മേജർ സലൈവറി ഗ്ലാൻസ് 3 എണ്ണമാണ്. ചെവിയുടെ താഴെയുള്ള പരോട്ടിഡ് ഗ്രന്ഥി. ഈ പരോട്ടിഡ് ഗ്രന്ഥിയിൽ ഇൻഫെക്ഷൻ വരുമ്പോഴാണ് മുണ്ടി വീക്കം അഥവാ മുണ്ടി നീരൊക്കെ വരുന്നത്. പിന്നെയുള്ളത് ഈ ഭാഗത്തായിട്ട് വരുന്ന സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡ്, അതുപോലെ തന്നെ നാവിൻ്റെ താഴെ സബ് ലിംഗ്വൽ സലൈവറി ഗ്ലാൻഡ്സ്. കൂടുതലായിട്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേദന അനുഭവപ്പെടുന്നതൊക്കെ ഈ സബ് മാൻഡിബുലർ ഗ്രന്ഥിയുടെ ഡക്റ്റിൽ കാൽക്കുലസ് വന്ന് അടയുമ്പോഴാണ്. അതായത് സ്റ്റോൺസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് സബ് മാൻഡിബുലർ ഗ്രന്ഥിയിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ വായുടെ അകത്തും അണ്ണാക്കിലുമൊക്കെ മൈനർ സലൈവറി ഗ്ലാൻഡ്സ് ഉണ്ട് താനും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സലൈവറി ഗ്ലാൻഡ്സ് നമ്മുടെ ശരീരത്തിലുള്ളത്? ഭക്ഷണം ഡൈജസ്റ്റ് ചെയ്യാനുള്ള സലൈവ ഇതിനകത്തു നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വായുടെ ഉള്ളിൽ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും നമ്മുടെ ഈ ഉമിനീരിനുണ്ട്. ഇനി നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. പല ആളുകളും OP എത്തുന്നത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദനയാണ്, കഴുത്തിൻ്റെ താഴെ വീക്കം വെച്ചു വരുന്നു. ഇത് ഇടയ്ക്കിടെ വരുന്ന ഒരു പ്രശ്നമാണ് പലരും പറയുന്നത്. ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ഉമിനീർ ഗ്രന്ഥിയിൽ നിന്ന് വായുടെ ഉള്ളിലേക്ക് ഉമിനീർ ഉൽപാദനം കൊണ്ടുവിടുന്ന ചെറിയ കുഴലുകളുണ്ട്. സലൈവറി ഡക്ട്സ് എന്നാണ് ഇതിൻ്റെ പേര്. പെരോട്ടിഡ് ഗ്രന്ഥി ആണെങ്കിൽ സ്റ്റെൻസൻസ് ഡക്ട്. പിന്നെ ഈ സബ് മാൻഡിബുലർ ഗ്രന്ഥിയുടെ ഡക്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്രാവിറ്റിക്ക് എതിരെയാണ് ഇതിൻ്റെ സലൈവറി ഫ്ലോ വരുന്നത്. നാവിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. പെരോട്ടിഡ് ഗ്രന്ഥിയുടെ ഓപ്പണിങ് കവിളിൻ്റെ ഉള്ളിലാണ്. നാവിൻ്റെ താഴ്ഭാഗത്ത് നമ്മൾ കാണുന്ന ചെറിയ 2 കുത്തുകളുണ്ട്. ഇതാണ് സബ് മാൻഡിബുലർ സലൈവറി ഗ്ലാൻഡിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഈ കുഴലിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ സ്റ്റോൺ വന്ന് അടയുമ്പോൾ ഉമിനീര് പുറത്തേക്ക് വരുന്നില്ല. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉമിനീർ ഉൽപാദനം നടന്ന് ഇത് പുറത്തേക്ക് വരണം. എന്നാൽ ചെറിയ കല്ലുകളും മറ്റും കാരണം ഈ ഡക്റ്റ് ബ്ലോക്ക് ആകുമ്പോൾ ഉമിനീര് സലൈവറി ഗ്ലാൻഡിനുള്ളിൽ കെട്ടിക്കിടക്കുന്നു. ഇപ്പോഴാണ് രോഗിക്ക് അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നത്. ഇത് പല പ്രാവശ്യങ്ങളിലായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഉമിനീർ ഗ്രന്ഥിക്കകത്ത് സലൈവ കൂടി വരുന്നു. പതിയെ ഇതൊരു ഇൻഫെക്ഷൻ ആയിട്ട് മാറുന്നു. ഇതിനെയാണ് സയലൈഡിനൈറ്റിസ് എന്ന് പറയുന്നത്. ഈ സയലൈഡിനൈറ്റിസിന്റെ കാരണം മറ്റു പലതുമാവാം. വൈറൽ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ സയലൈഡിനൈറ്റിസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളായ ഷോഗ്രെൻസ് ഡിസീസ്, ഉമിനീർ ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറവാകുന്ന സാഹചര്യത്തിലും കൂടെ ഈ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഇങ്ങനെ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ഇതാണ് വീഡിയോയുടെ തുടർഭാഗത്ത് പറയുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഒന്ന് ചൂട് പിടിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം. സബ് മാൻഡിബുലർ സലൈവറി ഗ്രന്ഥിയുടെ ഓപ്പണിംഗ് നാവിൻ്റെ അടിയിലേക്ക് വരുന്നത് കൊണ്ട് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്താൽ പതുക്കെ ഈ സലൈവ വായുടെ ഉള്ളിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ മുട്ടായി, പണ്ടുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ പരിചയമായിരിക്കും. ഇങ്ങനെയുള്ള ഹാർഡ് കാൻഡീസ് വായിലിട്ട് നമ്മൾ അലിയിച്ച് കഴിക്കുമ്പോൾ സലൈവയുടെ സെക്രീഷൻ കൂടും. അതായത് ഉമിനീർ ഉൽപാദനം കൂടും. ചെറിയ സ്റ്റോൺസ് ഒക്കെ ആണെങ്കിൽ ഈ ഡക്റ്റിൽ നിന്ന് പുറത്തേക്ക് തള്ളി അതോടൊപ്പം സലൈവ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ നീരും വേദനയും കുറയുകയും ചെയ്യും. പിന്നെ ഉള്ളത്, ഇത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ശരീരത്തിൻ്റെ ഹൈഡ്രേഷനാണ്. ശരീരത്തിൽ നിർജ്ജലീകരണമുള്ള അവസ്ഥയിലാണ് സലൈവറി സെക്രീഷൻ വളരെ തിക്കായിട്ട് വരുന്നത്. സലൈവറി സെക്രീഷൻ കുറയുന്നു. അപ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന സലൈവ വളരെ കട്ടിയുള്ളതായിരിക്കും. നോർമലി വെള്ളം പോലെ വളരെ തിന്നായിട്ടുള്ള ഉമിനീരാണ് പുറത്തേക്ക് വരേണ്ടത്. അപ്പോൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് ഇത് വീണ്ടും വരുന്നവർ ചെയ്യേണ്ട ആദ്യത്തെ കാരണം. പിന്നെയുള്ളത്, ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കഫീനും ആൽക്കഹോളുമാണ്. ചായയും കാപ്പിയും ഒക്കെ ഒരുപാട് കുടിക്കുന്നവർ അത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ആൽക്കഹോൾ പൂർണ്ണമായിട്ടും നിർത്തുകയും വേണം. പിന്നെ ഹാർഡ് കാൻഡീസ് നമ്മൾ വായിലിട്ട് ഇടയ്ക്കിടെ കഴിക്കുക. വൈറ്റമിൻ C ഉള്ള സിട്രസ് ഫ്രൂട്ട്സ് ഇടയ്ക്ക് കഴിച്ചാൽ ഉമിനീർ ഉൽപാദനം കൂടും. ആ വേദനയുള്ള സമയത്ത് വേദന പോകാനായിട്ട് നമുക്ക് ഹോട്ട് മസാജിങ് എടുക്കാം. ഇതിനോടൊപ്പം തന്നെ പനിയും അസഹനീയമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ
ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഉറപ്പാക്കി ഒരു ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക്കുകളും വേദന സംഹാരികളും കഴിക്കാം. കൂടെ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? കഴുത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് എടുത്ത് സ്റ്റോൺ കാരണം തന്നെയാണോ ഇത് വരുന്നതെന്ന് ഉറപ്പാക്കാം. മുമ്പൊക്കെ ഈ സലൈവറി ഗ്രന്ഥി നീക്കം ചെയ്യാനുള്ള സർജറി കഴുത്തിൻ്റെ പുറത്തായിട്ട് ഇൻസിഷൻ ഇട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇതൊരു മേജർ സർജറിയാണ്. എന്നാൽ ഇപ്പോൾ സയൽ എൻഡോസ്കോപ്പി എന്ന നൂതനമായിട്ടുള്ളൊരു ചികിത്സാ രീതിയുണ്ട്. ഈ സലൈവറി ഡക്റ്റിൻ്റെ ഓപ്പണിങ്ങിലൂടെ വളരെ ചെറിയ എൻഡോസ്കോപ്പുകൾ കടത്തിവിട്ട് ഈ സ്റ്റോണുകൾ ഇങ്ങോട്ട് എടുക്കുന്ന ഒരു രീതി. അപ്പോൾ ഈ സയൽ എൻഡോസ്കോപ്പി വഴി കൂടെ വരുന്ന ഈ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം. സലൈവറി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.